മണിക്കൂറുകളേ ഉള്ളൂ. നമ്മൾ വരദാനങ്ങളെക്കുറിച്ച് തുടർന്ന് പഠിക്കാൻ പോവുകയാണ്. അതിന് മുൻപ് അല്പം ഈ സഹനത്തിൻ്റെ രഹസ്യം മനസ്സിലാകണം. ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം, എൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് സ്വന്തം കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരിക. എടുക്കുക, അതിനുപേക്ഷിക്കില്ലേ. ടേക്ക് അപ്പ് യുവർ ഓൺ ക്രോസ്. അപ്പം ഇവിടെയാണ് ഇനിയും നമ്മൾക്ക് ഉയർച്ച ഉണ്ടാകേണ്ട ഒരു തലം. ഒന്ന്, കുരിശുകൾ വരുമ്പോൾ അതിനെ മനസ്സിലാക്കാനും അത് സ്വീകരിക്കാനും അതിനെ ഈശോയുടെ സഹനവുമായിട്ട് ചേർക്കണം. കുരിശുകളുടെ അർത്ഥം, എന്തെങ്കിലും ഒരു കുരിശ്, ഒരു പ്രശ്നം, കഷ്ടത, ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഉടനെ നമ്മൾ സാധാരണ ഇതിൻ്റെ കാരണം എന്താ ചിന്തിക്കണേ. ഇതെങ്ങനെ ഉണ്ടായി, ഇതിനെന്താ കാരണം? ആ ചോദ്യം നല്ലത് തന്നെയാണ്. പക്ഷെ ഉടനെ നമ്മൾ പോകുന്നത് മനുഷ്യരിലേക്കാണ് നോക്കുന്നത്. ഇതവൻ ചെയ്ത പണിയാണ്, ഇത് നമ്മുടെ ഇന്ന പ്രാർത്ഥനക്കാരൻ ചെയ്തതാണ്, ഇത് എന്നോടുള്ള അസൂയ കൊണ്ട് ചെയ്തതാണ്, അല്ലെങ്കിൽ ഇത് മറ്റേ വീട്ടുകാർ ചെയ്തതാണ്, അവർ കൂടോത്രം ചെയ്തതാണ്, അതല്ലെങ്കിൽ നമ്മുടെ അപ്പാപ്പന്മാരുടെ പൂർവപിതാക്കന്മാർ ചെയ്ത തിന്മയുടെ ശാപമാണ്. ശരിയാണ്, എളുപ്പം മനസ്സിലായില്ല. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ മഹത്വത്തിൻ്റെ അടയാളമായ കർത്താവിൻ്റെ കുരിശിലുള്ള പങ്കാളിത്തത്തെ നമ്മൾ തിരസ്കരിച്ചുകൊണ്ട് നമ്മളത് എടുക്കുന്നില്ല. ടേക്കപ്പ്. കുരിശ് ആരിലൂടെ ഉണ്ടായാലും അതെല്ലാം ഈശോയുടെ കുരിശിൻ്റെ ഒരു ഭാഗമാണ്. ഈശോ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം ദൈവം അറിഞ്ഞിട്ടാണ് സംഭവിക്കുന്നത്. നമുക്ക് മനഃപൂർവ്വം കുരിശ് തരാൻ വേണ്ടി തന്നെയാണ് സംഭവിക്കുന്നത്. അയ്യോ, അപ്പോൾ ദൈവം സ്നേഹിക്കണവർക്ക് കുരിശ് കൊടുക്കുമോ? അതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത. പിതാവ് പുത്രനെ ഇത്രമാത്രം സ്നേഹിച്ചിട്ട് എന്താ കൊടുത്തേ? പിതാവ് പുത്രനെ ഇത്രമാത്രം സ്നേഹിച്ചിട്ട് എന്താ കൊടുത്തത്? കുരിശാണ്. നമ്മൾ വിചാരിക്കും ഈ കുരിശൊക്കെ പിശാച് തരുന്നതാണ്. പിശാച് ഒരിക്കലും കുരിശ് തരില്ല. പിശാച് കുറേ ഡോളറും കുറേ സൗകര്യങ്ങളും ഒക്കെയാണ് തരണത്. ഈ സുഖസൗകര്യങ്ങളും പൈസയും തരുന്നത് പിശാചാണ്. നമ്മൾ നേരെ മറിച്ച ചിന്തിക്കണത്. നോക്കി, എവിടെയാണ് നമ്മുടെ ചിന്ത? അതാണ് എന്തോ ഒരു തെറ്റായ ബോധ്യങ്ങളിലാണ് നമ്മൾ കിടക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു പ്രധാന പോയിന്റ് ഈശോ പറഞ്ഞു, അത് ഇടുങ്ങിയ അതും കല്ലും മുള്ളും ഉള്ള വഴിയിലൂടെയാണ്. എന്നാൽ വിശാലമായ വഴി മറ്റൊടത്തേക്കുള്ള വഴിയാണ്. ഈ കല്ലും മുള്ളുള്ള വഴിയെ നമ്മൾ സ്വാഗതം ചെയ്യാറുണ്ടോ?
ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വരാനുണ്ട്. പക്ഷെ സമയം ഇങ്ങനെ നോക്കിക്കൊണ്ട് ഞാനതിനെ കുറച്ചിട്ട് അതിനേറ്റവും കുറച്ച് എങ്ങനെ കൊണ്ടുവരാൻ നോക്കുകയാണ്. ഇവിടെ നമ്മൾ ഇന്നേ വരെ അധികം കേൾക്കാത്ത ഒരു കാര്യമാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. സഹനത്തിൻ്റെ വലിയ വില നമ്മൾ മനസ്സിലാക്കുകയും ഈശോ ഒരു ചോദ്യം ചോദിക്കാം. ഒരു ചോദ്യം ഇവിടെ അധികം ചോദ്യമൊന്നും ചോദിച്ചില്ലല്ലേ? അല്ലേ? എല്ലാം നിങ്ങൾക്ക് അറിയാമായിരിക്കും, അതുകൊണ്ടായിരിക്കാം. എന്നാൽ ഈ ചോദ്യം ഒന്ന് ചോദിക്കട്ടെ ഏട്ടാ. നിങ്ങളൊന്നും മിണ്ടണ്ട, സിസ്റ്റർ ഫിൽസി മിണ്ടണ്ട. എന്തുകൊണ്ടാണ് ഗെത്സെമനിയിൽ ഈശോ ഭയാനകമായ പീഡ അനുഭവിച്ച് രക്തം വേർത്ത് ഭയങ്കര വേദന കൊണ്ട് വാവിട്ട് പറയുകയാണ്, ഇത് പറ്റണില്ല പിതാവ്? എന്തുകൊണ്ടാണ് യേശു രക്തം വിയർത്തത്? വരാനിരിക്കുന്ന പീഡകളെക്കുറിച്ച് ഓർത്തിട്ട്. പിന്നെന്താ ഉത്തരം? മാനകുലത്തിൻ്റെ തിന്മയെ ഓർത്തിട്ട് മാനുഷികമായ ചിന്തയോ? ഈശോയുടെ മനുഷ്യൻ്റെ പാപങ്ങളെ ഓർത്തിട്ട് മനുഷ്യൻ്റെ പാപങ്ങളുടെ പരിഹാരം എന്താ ചെയ്യണേ ഈശോ? അത് ചെയ്യണമെന്ന് ഓർത്തിട്ടല്ലേ? മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരം പറഞ്ഞോ? ഏതാണ്ട് അടുത്തെത്തിയിട്ടുണ്ട്. മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് എത്രത്തോളം സഹനം എടുത്താലാ ഇത് മാറണമെന്ന് അടുത്ത വാക്കാണ് ഇമ്പോർട്ടൻസ് എന്ന് ഓർത്തിട്ട്. ഉത്തരം കംപ്ലീറ്റ് ആയില്ല. എന്നിട്ടും രക്ഷപ്പെടാത്തവരുണ്ടാവുമെന്ന് ഓർത്തിട്ടുള്ള പ്രയാസം, അതൊന്നുമല്ല ഉത്തരം. ഉത്തരം മുഴുവനായില്ല, വളരെ അടുത്തുവരെ വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ സമയം കഴിഞ്ഞു. ഇത് ഉത്തരം കൃത്യമായിട്ട് അറിയുകയാണെങ്കിൽ ഓട്ടിനെ പട്ടേന്ന് ചാടി പറഞ്ഞേനെ. ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള കത്തോലിക്ക സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് നിങ്ങളെന്ന് മനസ്സിലാക്കണം. ഇത് KCBCയുടെ അതോറിറ്റിയുള്ള കരിസ്മാറ്റിക് ഗ്രൂപ്പാണ്. അപ്പോൾ നമ്മുടെ അവസ്ഥ ഇതാണെങ്കിൽ ബാക്കിയുള്ള സമസ്ത കേരളത്തിലെ കത്തോലിക്കരുടെ അവസ്ഥ എന്താ? ഇതാണ് ഈശോ ഇപ്പോഴും പറയുന്നത്. ഞാൻ ഹോളി ലാൻഡിൽ പോയപ്പോൾ ഈ രക്തം വിയർത്ത ആ സ്ഥലത്ത് നമുക്ക് ഉമ്മ വയ്ക്കാം. നിങ്ങൾ പലരുമൊക്കെ പോയിട്ടുണ്ടാവും. ആ പാറയിൽ ഇല്ലേ പോയി അവിടെയൊക്കെ ഉമ്മ വെച്ചതാ. പക്ഷെ കാര്യം അറിഞ്ഞൂടെന്നുള്ളൂ ഇപ്പോഴും. അപ്പോൾ ഹോളി ലാൻഡിൽ പോണവരൊക്കെ അവിടെ പോയി സാഷ്ടാംഗം വീണ്. അപ്പോൾ ഞാനിങ്ങനെ അവിടെ സാഷ്ടാംഗം വീണ് അപ്പോൾ എല്ലായിടത്തും ചെല്ലുമ്പോൾ ഞാൻ ഈശോയോട് ചോദിക്കാറുണ്ട് ചോദ്യങ്ങൾ ഓരോന്നും. ഈശോ ഉത്തരം തരാറുണ്ട്, പറയാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഒരുപാട് സംസാരിച്ചു. അവിടെ വന്നപ്പോൾ പറയാണ്, നീ ഇപ്പം എന്താ എന്നോട് ചോദിക്കാൻ പോണേന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു, കർത്താവ് അങ്ങേക്ക് എല്ലാം അറിയാമല്ലോ. എന്താ ഞാൻ ചോദിക്കാൻ പോണേ? നീ ചോദിക്കാൻ പോണത്, ഞാൻ മനുഷ്യരുടെ പാപം മുഴുവനും ഏറ്റെടുത്തിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോഴും മനുഷ്യർ പാപം ചെയ്യണേ? ഇത് തന്നെയാണ് ഞാൻ പല പ്രാവശ്യവും ചോദിക്കുന്നത്. കർത്താവ് ഈശോ മിശിഹ മനുഷ്യരുടെ പാപങ്ങൾ ഏറ്റെടുത്തോ? എന്നിട്ട് പിന്നെ എന്തുകൊണ്ടാണ് മനുഷ്യരിപ്പോഴും പാപം ചെയ്യണേ? അതൊന്നുമല്ല. നമ്മൾ അതിപ്പോഴും വിശ്വസിക്കുന്നില്ല. എന്താണ് ഗെത്സമനിയിൽ യേശു ചെയ്തത്? ദൈവം
മനുഷ്യരുടെ പാപങ്ങൾ മുഴുവനും യേശുവിന് കൊടുത്തു. യേശു അത് തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. പാപങ്ങളെ ഓർത്തിട്ടല്ല, മനുഷ്യരുടെ പീഡാനുഭവത്തെക്കുറിച്ച് ഓർത്തിട്ടല്ല. പാപം യേശു മനുഷ്യവംശത്തിൻ്റെ പാപം മുഴുവനും തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തപ്പോൾ പാപമില്ലാത്ത അവനിൽ ആ പാപം നടത്തുന്ന അതിഭയാനകമായ വേദനയാണ്. അവിടെയാണ് പാപത്തെ ഏറ്റെടുത്തത്. എന്താണ് ഗെത്സമനിയിൽ ഈശോ വേദനിച്ചതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒറ്റ വാക്കിൽ ഉത്തരം പറയണം. മനുഷ്യവംശത്തിൻ്റെ പാപം ഏറ്റെടുത്ത നിമിഷമാണത്. ഓർത്തിട്ടല്ല. കണ്ടോ, ഓർക്കണതും ഏറ്റെടുക്കണതും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഒരടി കിട്ടണതും അടിയെക്കുറിച്ച് ഓർക്കണതും തമ്മിൽ വ്യത്യാസമുണ്ടോ ഇല്ലയോ? അപ്പം എന്തുകൊണ്ട് നിങ്ങളാരും അത് പറഞ്ഞില്ല? ഇതൊരു ഗവേഷണത്തിനാണ് കേട്ടോ, നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല. നമ്മളിപ്പോഴും വിശ്വാസത്തിൻ്റെ ഈ രഹസ്യത്തെ നമ്മളിപ്പോഴും മനസ്സിലാക്കുന്നോ അതിൽ വിശ്വസിക്കുകയോ ചെയ്യാത്തത് കൊണ്ടാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഭൂലോകപാപം നീക്കുന്ന ദൈവത്തിൻ്റെ ചെമ്പരിയാട്ടിന് കുട്ടിയായി തമ്പുരാനെ. പക്ഷെ എവിടെ വെച്ചാൽ ഈ ഭൂലോകപാപം നീക്കിയത്? ഭൂലോക പാപം മുഴുവനും യേശു തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് ആ പാപം മൂലമുള്ള മരണത്തെ തൻ്റെ ശരീരത്തിൽ എടുത്തപ്പോഴാണ് യേശു മരിക്കുന്നത്. പാപം അതിൻ്റെ എല്ലാവിധ പ്രഹേളനങ്ങളും യേശുവിൻ്റെ മേൽ നടത്തി യേശുവിനെ മരണത്തിന് യേശു വിട്ടുകൊടുത്തപ്പോൾ അതേ സമയത്ത് യേശു മനുഷ്യനുമായിട്ട് കൈമാറിയത് എന്താണെന്നറിയാമോ? കൈമാറിയത് അവൻ്റെ പാപം മൂലമുള്ള മരണത്തെ യേശു ഏറ്റെടുത്തിട്ട് യേശുവിൻ്റെ ജീവനെ അവന് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. മെയ് മാസത്തിൽ ഇവിടെ 9 ദിവസത്തെ ഒരു ധ്യാനം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് വായോ കഴിയുന്നവരും പേര്. എന്നിട്ട് ഇതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പഠിക്കണം. നമ്മുടെ ഇന്നുള്ള ക്രിസ്തീയ സമൂഹം മുഴുവനും ഈ രഹസ്യത്തെ മുഴുവനും മനസ്സിലാക്കാതെ ഒരു പെരിഫറലായിട്ടുള്ള കുറേ പ്രാർത്ഥനകൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ എന്താണ് അവിടെ സംഭവിച്ചത്? ഞാൻ കുറ്റം പറയണമായിട്ട് തോന്നണ്ടില്ലേ? കുറ്റം പറയാനാണ് ഞാൻ ചെയ്യണേ. എന്ത് ചെയ്യാം? അല്ലാണ്ട് എങ്ങനെ ഇത് പറഞ്ഞ് മനസ്സിലാക്കും? ഇത്രയ്ക്ക് വലിയ ഒരു അവിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കണേ, അന്ധവിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കണേ. നമ്മളെന്ത് കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ദൈവം നമ്മളിൽ പ്രസാദിക്കും എന്നുള്ള വിധത്തിലാണ് നമ്മൾ ജീവിക്കണേ. ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ നിങ്ങളൊക്കെ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും കുടുംബ പ്രാർത്ഥനയും പ്രാർത്ഥനാ ഗ്രൂപ്പും ഒക്കെ നടത്തുന്ന നല്ല ആൾക്കാരാണ്. അപ്പോൾ നമ്മളുടെ വിചാരം എന്താ? ഈ നാമമാത്ര ക്രിസ്ത്യാനികളൊക്കെ എങ്ങനെ സ്വർഗത്തിൽ കയറുമെന്നാണ്. നമ്മളൊക്കെ നല്ല ആൾക്കാരാണ്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് നിങ്ങളെപ്പോലെ തന്നെ കർത്താവ് അവരെയും സ്നേഹിക്കുന്നുണ്ടെന്ന്. എടാ, അപ്പം പിന്നെ നമ്മളിതൊക്കെ എന്തുകൊണ്ട് ചെയ്തിട്ട് പ്രയോജനം? നമ്മളെപ്പോലെ കർത്താവ് ഈ പാപികളെ സ്നേഹിക്കുന്നുണ്ടെന്നോ? ഈ പള്ളിയിൽ വരാത്തവരെ സ്നേഹിക്കുന്നുണ്ടെന്നോ? ഈ പ്രാർത്ഥിക്കാത്തവരെ സ്നേഹിക്കുന്നുണ്ടെന്നോ? സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മളിതൊക്കെ ചെയ്യണമുണ്ട് എന്താ പ്രയോജനം? ഇതൊക്കെ ഓരോരുത്തരുടെ ചോദ്യങ്ങളാണ്. നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ സ്വർഗത്തിൽ പോകുന്നത് നല്ല ഉറപ്പാണ്. സ്വർഗത്തിൽ പോകാനായിട്ട് ഇതൊന്നും വേണ്ട. നല്ല കള്ളനെ പോലെ സ്വർഗത്തിൽ പോയിക്കൂടെ? നല്ല കള്ളൻ സ്വർഗത്തിൽ പോയില്ലേ? അതിനേക്കാൾ വലിയ കള്ളനാണോ നിങ്ങൾ? അപ്പം നല്ല കള്ളനും സ്വർഗത്തിൽ പോയി.
സ്വർഗത്തിൽ പോകാൻ ഇതൊന്നും ചെയ്യണ്ട. പക്ഷെ എന്താ നമ്മുടെ വിളി? നമ്മുടെ വിളി എങ്ങനെയെങ്കിലും ഉന്തി ഉരുട്ടി സ്വർഗത്തിൽ പോണതിലല്ല. നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിന് വേണ്ടി അനേകം ആത്മാക്കളെ നേടിക്കൊണ്ടാണ് സ്വർഗത്തിൽ പോകേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ദൈവിക രഹസ്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് ഇവിടെ ആയിരിക്കുമ്പോൾ. വെള്ളം എനിവേ, ടോക്ക് നീണ്ടുപോവുകയാണ്, ഞാൻ കുറയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യരായ നമ്മൾ, യേശുവിൻ്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞവരായ നമ്മൾ, യേശുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളായ നമ്മൾ, യേശു വേദനിക്കുമ്പോൾ നമ്മൾക്ക് വേദന ഉണ്ടാവുമോ ഇല്ലയോ? അതാണ് നമ്മുടെ സഹനങ്ങളുടെ എല്ലാം കാരണം. നമ്മുടെ സഹനങ്ങളുടെ എല്ലാം കാരണം യേശുവിൻ്റെ വേദനിക്കുന്നു. എന്തുകൊണ്ട് യേശുവിന് വേദനിക്കുന്നു? മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ പാപം യേശു ഏറ്റെടുത്തുന്നത് കൊണ്ട് വേദനിക്കുന്നു. അപ്പോൾ ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നത് സംഭവിച്ചു കഴിഞ്ഞില്ലേ, പിന്നെ എന്തിനാ ഞങ്ങൾ വേദനിക്കണേ? ഇതാണ് വേറൊരു ചോദ്യം. ശ്രദ്ധിക്കണേ, 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ സംഭവം അന്ന് നടന്നപ്പോൾ തന്നെ അത് അനന്തതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. കാരണം യേശു അനന്തനായ ദൈവമാണ്. യേശുവിൻ്റെ രക്ഷാകര പദ്ധതി അനന്തതയിലേക്ക് പ്രവേശിക്കുന്നതാണ്. അന്ന് സംഭവിച്ചത് ഈ ചില ചക്രവർത്തിമാരുടെ ജീവിതത്തിൽ സംഭവിച്ച സംഭവം പോലെ അല്ല. ഈ ചക്രവർത്തിയുടെ ജീവിതത്തിൽ ഇത് ഒരിക്കൽ സംഭവിച്ചത് എന്നേക്കുമായിട്ടാണ് സംഭവിച്ചത്. അങ്ങനെ അത് അനന്തതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ആ അനന്തതയിലേക്ക് പ്രവേശിച്ചതിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ് ഇന്ന് ജീവിക്കുന്ന നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ട് അന്നത്തെ ആ സംഭവവും ഇന്നത്തെ നമ്മുടെ ജീവിതവുമായി ഒന്നാക്കുന്നു. അതാണ് വിശുദ്ധ കുർബാന, കൂദാശകളെല്ലാം. അനന്തതയിലേക്ക് പോയ സംഭവത്തിൽ ഇന്ന് നമ്മൾക്ക് പ്രവേശിക്കാം. എങ്ങനെ? അതിൽ പ്രവർത്തിച്ച ആത്മാവ് തന്നെയാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്. നമ്മൾക്കത് അനുഭവമാക്കാൻ വേണ്ടിയാണ് ഈ കൂദാശയിലും അതേ ആത്മാവ് നമുക്ക് തരുന്നത്. ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ, എന്നാലും ഒരു ആശയപരമായിട്ട് ചിന്തിക്കുക, ഇടയ്ക്കത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നമ്മൾ യേശുവിൻ്റെ ആ നിത്യതയിലേക്ക് കടന്നിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെയും നിത്യതയിലേക്ക് കടന്നിരിക്കുന്ന രക്ഷാകര രഹസ്യങ്ങളുടെയും ഭാഗമാണ് ഒരു ക്രിസ്ത്യാനി, നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് യേശുവിന് വേദനിക്കുമ്പോൾ നമ്മൾക്കും വേദനിക്കണം. ഇനി മറുവശം, യേശു വേദന കൊണ്ട് പുളയുന്നു, ഈശോ കരയുന്നു. ഈശോ കരയുന്നത് ഇങ്ങനെയാണ്: ആരെങ്കിലും എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനുണ്ടായിരുന്നെങ്കിൽ. ഇതാണ് സങ്കീർത്തനം 69, 20, 21 പറയുന്നത്. ആരെങ്കിലും എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനുണ്ടായിരുന്നു എന്ന് നോക്കി ആരെയും കണ്ടില്ല. ഈ അവസ്ഥ യേശു ഗെത്സമനിയിൽ വേദനിച്ചപ്പോൾ ഉണ്ടായ അവസ്ഥയാണ്. എന്നാൽ ദൈവപിതാവ് അപ്പോൾ ഒരു മാലാഖയെ ആശ്വസിപ്പിക്കാനായിട്ട് അയച്ചു. ആ മാലാഖ യേശുവിനെ ആശ്വസിപ്പിച്ചു. എന്താ? നിങ്ങൾ ആർക്കെങ്കിലും പറയാനുണ്ടോ ഇനി മാലാഖേനെ അയക്കണ്ട, ഞാൻ ഈശോയെ ആശ്വസിപ്പിക്കാമെന്ന്? എന്തു പറയണു? അങ്ങനെ തോന്നുന്നുണ്ടോ? ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ? പിതാവേ, ഇനി മാലാഖേനെ അയക്കണ്ട, ഞാനുണ്ട്. എന്തോ തരികയുടെ ചോദ്യമാണെന്നാണ് വിചാരം. ഒരു തരികയുടെയും ഇല്ല. ഇതാണ് സത്യം. ദൈവമക്കളായ നമ്മൾ
നമ്മുടെ സഹോദരനായ ഈശോയെ ആശ്വസിപ്പിക്കണോ വേണ്ടയോ? അത്രേ ഉള്ളു കാര്യം. അതാണ് നമ്മുടെ സഹനത്തിൻ്റെ മറ്റൊരു മാനം. നമ്മൾ സഹിക്കുമ്പോൾ നമ്മൾ പറയാം, ഈശോയെ, നിന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ലാതെ നീ വലയുന്നുവെങ്കിൽ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാൻ വരുവിൻ. നീ എൻ്റെ മാറിൽ കിടന്നോ കുറച്ച് സമയം. ഞാനും നിൻ്റെ മാതിരി തന്നെ വേദനിക്കുകയാണ്. ഈ വേദന നിന്നെ ആശ്വസിപ്പിക്കാൻ നിൻ്റെ വേദനയുടെ ഒരു ഭാഗമായി ഞാൻ കണക്കാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സംഭവം മാറും. അതാണ്. ഒരു ചെടുത്തി ഭർത്താവ് മദ്യപിച്ചു വന്ന് ഭയങ്കരമായി പീഡിപ്പിക്കുന്ന ഒരു സഹോദരി, അവളോട് എല്ലാവരും പറഞ്ഞ്, നീ അങ്ങനെയാണെങ്കിൽ മാറ്, ഭർത്താവിനെ വിട്ട്, ഇങ്ങനത്തെ നീചനായ ഇടിച്ച് പൊട്ടിക്കുന്ന ആളുടെ കൂടെ നീ ജീവിക്കണ്ട. പക്ഷെ അവൾക്കത് സാധിക്കുന്നില്ല. കാരണം ഇയാൾ രാത്രി മാത്രമേ അടിയുള്ളൂ, രാവിലെ നല്ല വിശുദ്ധനാണ്. രാവിലെ വീട്ടിൽ എല്ലാ ജോലിയും ചെയ്യും, അടുക്കളയിലെ പാത്രമൊക്കെ കഴുകും, അവൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കും, കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും, എല്ലാം ചെയ്യും. പക്ഷെ വൈകുന്നേരം ആയാൽ ആൾ വേറെയാണ്. പക്ഷേ 2 കുട്ടികളുണ്ട്. അങ്ങനെ ഇവളെ ഇടിച്ച് അടിച്ച് തുപ്പി. അപ്പം ഇവള് ഒരിക്കൽ ആരോ പറഞ്ഞ്, ഇങ്ങനെ ഈ തോമസ് പോൾ എന്ന് പറഞ്ഞ ആളോടൊന്ന് വിളിച്ച് ചോദിച്ചാൽ വല്ല ഐഡിയ കിട്ടുമെന്ന്. അപ്പോൾ അങ്ങനെ എന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചത്, എന്തിനാ എന്നെ വിളിക്കണേ? അപ്പോൾ കുറച്ച് കാര്യം ഇങ്ങനെ പറയാനുണ്ട്, അത് ഇന്ന മാതിരിയാണ്. അപ്പോൾ എല്ലാവരും പറയണത് എന്നോട് അയാളെ വിട്ട് മാറി താമസിക്കാനാണ് പറയണേ. ബ്രദർ എന്താ പറയണേ? ഞാൻ പറഞ്ഞു, ഒരിക്കലും നീ മാറി താമസിക്കരുത്. ഫസ്റ്റ് ഓഫ് ഓൾ അതല്ല പരിഹാരം. പരിഹാരം ഞാൻ പറഞ്ഞുതരാം. നീ ധ്യാനമൊക്കെ കൂടിയിട്ടുണ്ടോ? പിന്നെ ഞാൻ ഒരുപാട് ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും, ആ ധ്യാനത്തിലൊന്നും ഇതിനൊരു പരിഹാരം കാണുന്നില്ല. ഞാൻ പറഞ്ഞു, ഇത് ഒരു സൂത്രമാണ്, സൂത്രം. ഒറ്റമൂലി എന്നൊക്കെ പറയണ മാതിരിയ. ഇപ്പോൾ 5 മിനിറ്റിൻ്റെ അകത്ത് നിൻ്റെ ഈ വേദന മുഴുവനും മാറും. 5 മിനിറ്റിനകത്ത് നീ ഇപ്പോൾ കംപ്ലീറ്റ് വേറെ ആളായി മാറാൻ പോവുകയാണ്. ഭയങ്കര ആകാംക്ഷയായി. ഞാൻ പറഞ്ഞു, ഇത് ഏശയ്യ 50:6 വചനത്തിൽ പറയുന്നതാണ്. ഏശയ്യ 50:6 പറയുന്നു, അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും അവൻ കാണിച്ചു കൊടുത്തു. നിന്ദനത്തിൽ നിന്നും തുപ്പലിൽ നിന്നും അവൻ മുഖം തിരിച്ചില്ല. അവൻ തൻ്റെ മുഖം ശിലാതുല്യമാക്കി. കിട്ടിയോ? അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്ദനത്തിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി. അപ്പൊ അവള് പറയണേ, ഇത് തന്നെയാണ് എനിക്ക് സംഭവിക്കണേ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിന്നെക്കുറിച്ചാണ് ഇത് എഴുതിയേക്കണെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. വളരെ കൃത്യമാണ്. എന്നാൽ ഇത് മനസ്സിലാക്കിക്കോ, യേശുക്രിസ്തുവിന് 700 വർഷം മുമ്പ് യേശു അനുഭവിക്കാനിരിക്കുന്ന വേദനയെക്കുറിച്ചാണ് എഴുതിയത്. അത് എക്സാക്റ്റ് അതുപോലെ തന്നെ യേശു അനുഭവിച്ചു. ഇന്നും ആ യേശു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ യേശുവിനെ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട് ഈ വേദന, നിന്റെ വേദന പങ്കുവെക്കാമോ? അവൾ പറയാണ്, ദേ എനിക്ക് ഭയങ്കര സന്തോഷം വരാൻ തുടങ്ങി. അതാണ്, എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷം വരുന്നു. അതാ ഞാൻ പറഞ്ഞത്, 5 മിനിറ്റ് കൊണ്ട് നിന്റെ വേദന മാറും. എന്തൊരു മാജിക്! അപ്പം പറയണം, അപ്പം ഇന്ന് വൈകുന്നേരം ഇനി അടി കിട്ടുമ്പോൾ ഞാനത് നേരത്തെ അങ്ങ് കൊടുത്തോ. കണ്ടോ, ഇപ്പം അവൾക്ക് ആ വൈകുന്നേരം ഇനി അടി കിട്ടാൻ ആകാംക്ഷയായി.
ഇതാണ് നമ്മുടെ സഹനത്തിൻ്റെ അർത്ഥം. നമ്മുടെ സഹനം കൊണ്ട് യേശുവിൻ്റെ സഹനത്തെ നമ്മൾ ആശ്വസിപ്പിക്കുകയാണ്, യേശുവിന് ആശ്വാസം പകരുകയാണ്. നമ്മൾ യേശുവിൻ്റെ സഹനത്തിൻ്റെ ഒരു ഭാഗമാണെന്നും യേശുവിനുണ്ടായ സഹനം മുഴുവനും മനുഷ്യവംശത്തിൻ്റെ പാപപരിഹാരത്തിനായിട്ടാണെന്നും അതിൽ നമ്മൾ യേശുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളായ നമ്മൾ യേശുവിനെ ആശ്വസിപ്പിക്കുന്നു എന്നും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഒരു മാലാഖ ആശ്വാസത്തിന് വന്നു. ശിമിയോൻ ഈശോയുടെ കുരിശ് ചുമക്കാൻ സഹായിച്ചു. വെറോനിക്ക വന്ന് മുഖം തുടയ്ക്കുന്നു. ഇതൊക്കെ ഇപ്പം നമ്മൾ കുരിശിൻ്റെ വഴിയിൽ ഇതൊക്കെ നമ്പർ അടിച്ച് പോകുന്നുണ്ട്. എന്തർത്ഥത്തിലാണോ എന്ന് അറിഞ്ഞൂടാ. അതും വേറെ ഒരു യാന്ത്രിക പ്രാർത്ഥനമായിട്ട് അങ്ങനെ പോകാം. നോയമ്പ് തുടങ്ങി, കുരിശിൻ്റെ വഴി ചെല്ലാം, കുരിശിൻ്റെ വഴി ഈ ജോമിച്ചായുടെ എന്താ ഞങ്ങളെ വീണ്ടെടുത്തു. എന്ത് വീണ്ടെടുത്തു? ആര് വീണ്ടെടുത്തു എന്ന് അയച്ചിട്ട് എന്താ വീണ്ടെടുപ്പ്? എന്താ പറഞ്ഞത്? കർത്താവ് അവിടുത്തെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കണേ. ഇതൊക്കെ പറയണ നേരത്ത് ഇത് മനസ്സിലാവണില്ല. ഈ സംഭവം വരാൻ പോകാനത്ത് കിടക്കി. അവിടുത്തെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണേ. എന്തുദ്ദേശിച്ചിട്ട് പ്രാർത്ഥിച്ച്? വളരെ നല്ല പ്രാർത്ഥനയാണ്. പക്ഷെ തിരുമുറിവ് നമ്മളിലേക്ക് വരുമ്പോൾ താങ്ങാൻ പറ്റില്ല. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളാണല്ലോ നിന്നെക്കുറിച്ച് മത്തർച്ചത്. കണ്ടോ? അപ്പം നമ്മൾക്ക് കുറ്റബോധം ഉണ്ടാക്കുകയാണ് അവിടെ. കുറ്റബോധമല്ല നമുക്കുണ്ടാകേണ്ടത്, പാപബോധമാണ് ഉണ്ടാകേണ്ടത്. എൻ്റെ കൈകാലുകളും വലിച്ചു വെച്ച് നിന്റെ ആണികളിലേക്ക് ചേർത്ത് അടിക്കണേ. അടിക്കണോ? ഇതൊക്കെ നമ്മളിൽ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കണ പോലെ തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ അർത്ഥം നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ആ മുന്തിരിച്ചെടി ആയ യേശുവിൻ്റെ ശാഖയായിട്ടാണ്. മുന്തിരിച്ചെടിയായ യേശുവിൻ്റെ ശാഖയായിട്ടാണെങ്കിൽ ആ മുന്തിരിച്ചെടിയുടെ തായ്തണ്ടിലുണ്ടാകുന്ന എല്ലാ വേദനകളും നമ്മളിൽ ഉണ്ടാകുമോ? ഉണ്ടാകണോ? ഉണ്ടാകുമ്പോൾ അഭിമാനിക്കുവിൻ. നമ്മൾ ശരിക്കും 1 മണിക്കൂർ കുരിശിൻ്റെ വഴി ആ മുറിവുകളെ ധ്യാനിച്ച് നടത്തുകയാണെങ്കിൽ നമ്മുടെ കൈകാലുകളിൽ ആണി അടിക്കുന്ന വേദന ഉണ്ടാകും. കാരണം നമ്മുടെ ഉള്ളിലുള്ള കർത്താവ് ഈ ആണിയടികളും വേദനകളും ഏറ്റ കർത്താവാണ്. അപ്പോൾ പലതരത്തിലുള്ള സഹനങ്ങൾ നമുക്കുണ്ടാകും. എല്ലാ സഹനങ്ങളും കർത്താവ് അറിഞ്ഞിട്ടാണ്. എല്ലാ സഹനങ്ങളും ഈശോയുടെ രക്ഷാകര സഹനവുമായിട്ട് ഒന്നിക്കുകയും യേശുവിനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതെല്ലാം വളരെ വലിയ സന്തോഷമായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ശാപമായിട്ട് വിചാരിക്കും നമ്മൾ. ദൈവത്തിൽ നിന്ന് അനുഗ്രഹമല്ലാതെ ഒരിക്കലും അന്ധകാരം വരില്ല, ശാപം വരില്ല. ആരെങ്കിലും ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, അവനൊരു ക്രിസ്ത്യാനി അല്ല. കാരണം അവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല എന്നർത്ഥം. ക്രിസ്തുവിൽ വിശ്വസിച്ച് മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തിയിൽ ഒരു കാരണവശാലും ഒരു ശാപം അല്ലെങ്കിൽ അന്ധകാരം വരില്ല. അന്ന് ഇസ്രായേൽ ജനത്തിനോട് കർത്താവ് പറഞ്ഞു, ഇസ്രായേൽ ഭവനങ്ങളെല്ലാം കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് അവരുടെ കട്ലപ്പടികളിൽ മുദ്രകുത്തണം. കുഞ്ഞാടിൻ്റെ രക്തത്താൽ മുദ്രകുത്തപ്പെട്ട കട്ലപ്പടികളിൽ സംഹാരദൂതൻ പ്രവേശിക്കുക ഇല്ല. അന്ന് പ്രവേശിച്ചോ? അന്ന് ആ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് മുദ്രകുത്തപ്പെട്ട കട്ലപ്പടികളുള്ള ഭവനത്തിൽ സംഹാരദൂതൻ പ്രവേശിച്ചില്ല എങ്കിൽ ഇന്ന് സാക്ഷാൽ ദൈവ കുഞ്ഞാടായ കർത്താവ് ഈശോ മിശിഹായുടെ രക്തം കൊണ്ട് മുദ്രകുത്തപ്പെട്ടിരിക്കുന്ന ഈ ആത്മാവിന്റെ ഉള്ളിൽ ഏത് പിശാചിന്, ഏത് അന്ധകാരത്തിന്, ഏത് ശാപത്തിന് കടക്കാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്. ഇതാണ് മാമോദീസ.
മാമോദീസായുടെ ജീവന്റെ അടയാളത്താൽ മുദ്ര കുത്തപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ ആ മുദ്രയെ ഭേദിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ആ അവസരത്തിലാണ് നമ്മൾ പറയുന്നത് ഈ പ്രശ്നമൊക്കെ പൂർവ്വശാപമാണ്, ആ ശാപമാണ്, അതിന് നീ പരിഹാരം ചെയ്യുക, ആ പരിഹാരം ചെയ്യുക. അങ്ങനെ വിശ്വാസം നമ്മളെ മുരടിച്ചു പോവുകയാണ്. മറിച്ച് നവീകരണം എന്ന് പറയുന്നത് ഈ മാമോദീസായുടെ വീര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് യേശുവിൻ്റെ പീഠാനുഭവത്തിൽ ഉയർപ്പിലും പങ്കാളികളാണ് നമ്മൾ. ആ പീഠാനുഭവത്തിൻ്റെ പങ്കാളിത്വത്തിൻ്റെ അടയാളമാണ് നമുക്കുണ്ടാകുന്ന എല്ലാ സഹനങ്ങളും. ആ ദുഃഖവെള്ളിയാഴ്ചയെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഉയർപ്പ് ഞായറാഴ്ച ഉടനെ അനുഭവമാവുന്നതാണ് ആ സന്തോഷത്തിൻ്റെ കാര്യം. ഒരിക്കലും ഒരു കന്യാസ്ത്രീ, ഒരു സിസ്റ്റർ സുപ്പീരിയർ ബാംഗ്ലൂർ വെച്ചിട്ടാണ്. അവിടെ ഞാൻ സിസ്റ്റർമാരെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ സുപ്പീരിയർ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത കോൺവെൻറ്റിലെ പ്രൊവിൻഷ്യാലിന് ഭയങ്കര വേദനയാണ്, എന്താണ് രോഗമെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. ബാംഗ്ലൂർ ഡോക്ടർമാർ ഇഷ്ടം പോലുള്ള സ്ഥലമല്ലേ, എല്ലാ മെഡിക്കൽ നമ്മുടെ കത്തോലിക്ക ആശുപത്രികൾ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ആശുപത്രികളുണ്ട്, അവിടെയൊക്കെ ചെയ്തിട്ടും എല്ലാ സ്കാനിങ്ങും എക്സ്റേയും ടെസ്റ്റും എല്ലാം ചെയ്തിട്ടും ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കാമോ? തീർച്ചയായിട്ടും ഞാൻ അവിടെ വന്ന് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. വേണ്ട, അവരിങ്ങോട്ട് വരും. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ആ സുപ്പീരിയറേയും കൊണ്ട് 2 കന്യാസ്ത്രീമാർ ഇവരെ തോളിലിട്ട് കൈയിട്ടുകൊണ്ട് ഇങ്ങനെ നടത്താം. അവർക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ട് 2 പേരിങ്ങനെ തോള്, വേറൊരു കന്യാസ്ത്രീ കുറേ എക്സ്റേയും MRI സ്കാൻ റിപ്പോർട്ടുകളുടെയും വലിയ ഒരു സമാഹാരവും കൊണ്ടുവന്നിരിക്കും. ഞാൻ പറഞ്ഞു, അതെല്ലാം നമ്മൾ കണ്ടിട്ടെന്താ കാര്യം, അതൊക്കെ അവിടെ മാറ്റി വയ്ക്കൂ. ഈ കന്യാസ്ത്രീയെ സുപ്പീരിയറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴേക്കും കർത്താവ് ഇങ്ങനെ പറയാൻ തുടങ്ങി, ഇവൾ എൻ്റെ ആശ്വസിപ്പിക്കുന്ന മാലാഖയാണ്, ഷീസ് മൈ കൺസോളിങ് ഏഞ്ചൽ. കണ്ടോ, ഡയഗ്നോസിസ് കൃത്യമായില്ലേ? ഞാൻ പറഞ്ഞു, ഈ കല്ലാസൊക്കെ മാറ്റി വെച്ചോ, നിങ്ങളുടെ രോഗത്തിൻ്റെ കാരണം ഇപ്പോൾ കർത്താവ് പറഞ്ഞു കഴിഞ്ഞിരിക്കണു. അയ്യോ, അതെന്താ? കർത്താവ് പറയാണ്, സിസ്റ്ററെ, നീ ഒരു കൺസോളിങ് ഏഞ്ചലാണ്, ഈശോയെ ആശ്വസിപ്പിക്കുന്നൊരു മാലാഖയാണ്. ഈശോയുടെ വേദനയുടെ ഒരു നുള്ള് നിനക്ക് തന്നുകൊണ്ട് ഈശോ നിന്നെ ആശ്വസിപ്പിക്കുന്ന മാലാഖയാക്കിയിരിക്കുന്നു. ഇത് കേട്ട വഴി അവർക്ക് ഭയങ്കര സ്പർശനം. അവർ പറയണു, ഓ എൻ്റെ ഈശോ, നന്ദി ഈശോയെ, ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഒന്നും ചെയ്തില്ല. വേദന എവിടെ പോയി എന്ന് പറഞ്ഞൂടാ. ഞാൻ പറഞ്ഞു, കാര്യം മനസ്സിലായോ? എന്നെ ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഒരാളുണ്ടോ എന്ന് നോക്കിയിട്ട് ആരെയും കണ്ടില്ല. അവിടെ അങ്ങ് പറയണം, ഞാനുണ്ട്, ഞാനുണ്ടെന്ന് പറയണം, ഞാനുണ്ടെന്ന് പറയണം. അവിടെ ഞാനുണ്ട്. മിനിറ്റ്സ് 5 മിനിറ്റ് പോലും എടുത്തില്ല. ആ സിസ്റ്ററിൻ്റെ ശരീരത്തിലേക്ക് കറണ്ട് അടിക്കുന്ന പോലെയുള്ള വലിയ പ്രഭാശക്തി ഒഴുകാൻ തുടങ്ങി. എന്താണത്? ഉയർപ്പാണ്, ഉയർപ്പിൻ്റെ ശക്തി. എങ്ങനെയാണ് ഉയർപ്പിൻ്റെ ശക്തി കിട്ടുക? ദുഃഖ വെള്ളിയാഴ്ച കഴിഞ്ഞാലേ കിട്ടുള്ളൂ. ദുഃഖ വെള്ളിയാഴ്ച ഇല്ലാതെ ഉയർപ്പുണ്ടാവും. ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാ സഹനങ്ങളും ദുഃഖ വെള്ളിയാഴ്ചയാണെങ്കിൽ ഉടനെ അത് ഉയർപ്പാവും. ആരെയും കുറ്റപ്പെടുത്തരുത്. അവളാണ് ഇതിൻ്റെ കാരണം, ഇവനാണ് ഇതിൻ്റെ കാരണം, അപ്പാപ്പനാണ്, അമ്മാമ്മ, ആരെയും നോക്കണ്ട. കർത്താവേ, നീ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ സഹനം എനിക്ക് അനുവദിച്ചിരിക്കുന്നതാണ്. പീലാത്തോസ് വഴിയായിരിക്കാം, ഒരുപാട് പടയാളികൾ വഴിയായിരിക്കാം, തന്നെ ഒറ്റിക്കൊടുത്ത യൂദാസ് വഴിയായിരിക്കാം,
തൻ്റെ ഏറ്റവും സുഹൃത്തായിരുന്ന അപ്പസ്തോലന്മാരെ തന്നെ വഞ്ചിച്ചു. ഇതൊക്കെ ഈ സങ്കീർത്തനങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ദാവീദ് രാജാവിന് മുൻകൂർ അനുഭവമായിട്ട് കൊടുത്തു. ഈ വേദനകളെല്ലാം അഭിഷിക്തനായ കർത്താവിൻ്റെ വലിയ രാജാവിനെ അവൻ്റെ മകൻ തന്നെ ആക്രമിക്കാൻ വരുന്നു. എന്നിട്ട് ഉടനെ രാജാവ് പറയാണ്, നമുക്കിവിടുന്ന് പോകാം. നഗ്നപാതനായി തലയിൽ തുണി വിട്ടുകൊണ്ട് രാജാവ് ഒലിവുമലയുടെ ഭാഗത്തുകൂടെ നടന്നു നീങ്ങി. കണ്ടോ, ഇതേ ഒലിവുമല തന്നെയാണ്. അതേ ഒലിവുമലയിലാണ് ഈശോ പീഡാനുഭവ സമയത്ത് നടന്നു വന്നത്. അതേ സങ്കീർത്തനം പാടിക്കൊണ്ട് അന്ന് ദാവീദ് പോകുമ്പോൾ പാടിയ അതേ സങ്കീർത്തനങ്ങളാണ് ഈശോ ഒലിവുമലയിലേക്ക് വന്നപ്പോഴും പാടിയത്. അപ്പോഴാണ് ദാവീദിനെ ശെമായി എന്ന് പറഞ്ഞ ഒരാൾ ആക്ഷേപിച്ച് ശപിക്കുമ്പോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന നായകന്മാർ പറഞ്ഞു, ഞങ്ങളവനെ കൊല്ലട്ടെ. വേണ്ട വേണ്ട വേണ്ട, കർത്താവ് അറിയാതെ അഭിഷിക്തനെ ശപിക്കുമോ? നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, അഭിഷിക്തനെ തൊട്ടുപോകരുത്, അഭിഷിക്തനെ തൊട്ടാൽ ഭയങ്കര ശാപം ഉണ്ടാവും. അതൊക്കെ തെറ്റാണ്. ആരാണ് ഏറ്റവും വലിയ അഭിഷിക്തൻ? ആരാ ഏറ്റവും വലിയ അഭിഷിക്തൻ? കർത്താവ് ഈശോ മിശിഹായാണ്. കർത്താവ് ഈശോ മിശിഹായെ തൊട്ടപ്പോഴല്ലേ ഇവിടെ രക്ഷാകര പദ്ധതി നടന്നത്? ആണോ? അപ്പം ആ രക്ഷാകര പദ്ധതി നടപ്പാകുന്നതിന് വേണ്ട സഹനത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ അഭിഷിക്തർക്കും എന്തെങ്കിലും സഹനങ്ങളുണ്ടാവും. കാരണം അവർ കർത്താവ് ഈശോ മിശിഹായുടെ അതേ അതേ അഭിഷേകമാണ് അവർക്ക്. പറയുമ്പോൾ കാര്യം നേരെ ഇന്നേവരെ നമ്മൾ മനസ്സിലാക്കിയ മാതിരി അല്ല കിടക്കണത്. നമ്മൾ സഹനത്തെ എന്തോ ശാപമായിട്ട് ദുശകുനമായിട്ട്